ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലമാണ്. അപ്പോൾ ഈ ഓരോ ഓഗസ്റ്റ് മാസത്തിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ വരാൻ പോകുന്ന ഒരു മാസ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസഫലം എന്ന് പറയുക. അപ്പോൾ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ട് കേൾക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫലം കാണുന്നത് നിങ്ങൾക്ക് രാശിഫലമായിട്ട് ചന്ദ്രാൾ വെച്ച് കാണാം, അതല്ലെങ്കിൽ ലഗ്നഫലമായിട്ട് കാണാം കേട്ടോ. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അക്യുറേറ്റായി നിങ്ങൾക്ക് ഒരു പ്രെഡിക്ഷൻ ലഭിക്കും. നമുക്ക് അധികം താമസിക്കില്ല, നമുക്ക് വീഡിയോ കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുമെങ്കിൽ നമ്മളിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ അന്നേരം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. മകരരാശി അഥവാ മകര ലഗ്നവും. ഓക്കെ, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുക. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ മകരരാശിയെ സംബന്ധിച്ചോളം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തായാലും ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. രണ്ടിൽ ശനി വക്രത്തിൽ, അതുപോലെ തന്നെ ഗുരു ബുധൻ 8-ലാണ്. ഗുരുവും കുജനും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണ്. നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ, സ്ട്രെസ്സൊക്കെ എന്തായാലും വർദ്ധിക്കുന്ന ഒരു ടൈമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അതുപോലെ ഇരിക്കുന്ന ജോലി എന്ത് തന്നെയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ത് തന്നെയാണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഈ ഒരു മാസം ഉത്തമം എന്ന് പറഞ്ഞാൽ. അതുപോലെ കഴിഞ്ഞ കാര്യങ്ങളിൽ എന്താണ് നമുക്ക് ഓർമ്മകളൊക്കെ വരും. കഴിഞ്ഞ കാലത്ത് ഇങ്ങനെ ചെയ്ത് കൂട്ടിയല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് ഈ മാസം ഇങ്ങനെ ആയത് എന്ന് നമുക്ക് എന്താണ് ഒന്ന് നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട ഒരു ടൈം വരിക. നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ഒരു സമയം വരുന്ന ഒരു സാഹചര്യവും നമുക്ക് ഈ ഒരു മാസം പറയാവുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്, കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാം. ഒത്തിരി വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായെന്ന് വരില്ല കേട്ടോ. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോലി, ബിസിനസ് എന്ത് തന്നെയാലും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ മണി ഫ്ലോ ഒക്കെ എന്നത് പയ്യെ കുറഞ്ഞു വരും. പക്ഷെ നമുക്ക് എന്താണ് പേടിക്കേണ്ട, നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് വീണ്ടും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. ഒരു ബിസിനസ് ആകുമ്പോൾ എന്താണ് ലാഭമുണ്ടോ നഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ ഇതുവരെ ലാഭം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഈ മാസം നഷ്ടം വന്നേക്കാം. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിക്കാതെ മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കി വെച്ചാൽ നേരത്തെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം അത് വരുമ്പോൾ ഒരു പെട്ടെന്നൊരു അടിയായിട്ട് തോന്നൂല. ഓക്കെ, അപ്പം നേരത്തെ നിങ്ങൾക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നേരത്തെ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അല്ലാതെ ബിസിനസ് നഷ്ടമാകട്ടെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇതാണ് ബിസിനസ് നഷ്ടമായ ചാൻസ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡൗൺ വന്നാലും നിങ്ങൾക്ക് വലിയ ഇഷ്യൂ ആവാതെ നിൽക്കും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്ന നേരത്തെ ഒരു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രഡിക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ശരിക്കും നിങ്ങളൊരു പ്രിക്കോഷൻസ് പോലെ, നിങ്ങൾക്കൊരു ട്രാഫിക് സിഗ്നൽ ബോർഡ് പോലെ ആയിരിക്കണം ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോ സൂചനകൾ ലഭിക്കുമ്പോൾ അത് കൃത്യമാക്കി മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ദോഷഫലങ്ങൾ നല്ല ഫലങ്ങൾ വന്നാൽ അതുപോലെ കൃത്യമായിട്ട് പറയണം. എന്നിരുന്നാലും ദോഷഫലത്തിന്റെ കാഠിന്യം അത്രയും കൂട്ടിയല്ല പറയണേ, നമ്മൾ കാഠിന്യം കുറച്ച് തന്നെയാണ് പറയാറുള്ളത് അല്ലേ. നമ്മൾ ആ നല്ല ഫലത്തിൻ്റെ കാര്യം ഞാൻ ഒത്തിരി ഓവറാക്കാറില്ല. കാരണം നമുക്ക് എന്ത് സംഭവം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടത് നമുക്കൊരു ഡൗൺ ഫീൽ വരും. നമ്മൾ ഒത്തിരി നല്ല പ്രതീക്ഷിച്ചു, ചിലപ്പോൾ നമ്മുടെ ജാതകപ്രകാരം നമുക്ക് അത്ര അനുകൂലമല്ല, സോ നിങ്ങൾക്ക് മോശഫലങ്ങളായിരിക്കും വരിക. നമുക്ക് ഒത്തിരി ദോഷഫലങ്ങളുണ്ട്, പക്ഷെ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളില്ല, അനുകൂലമായെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ വലിയ രീതിയിൽ ഏശാതെ അങ്ങ് പോക്കോളും. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഒരു എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക, ഒരു പ്രിക്കോഷൻസ് എടുത്തേക്കുക. ഇങ്ങനെ ബിസിനസ് ഡൗൺ ആണ്, അപ്പം നിങ്ങൾ അതിന് നേരത്തെ അതിന് കരുതലുകൾ എടുക്കണം. ഇപ്പം സ്റ്റാഫിൻ്റെ സാലറിയൊക്കെ നേരത്തെ കൊടുക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അത് ഡൗൺ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ഏശാതെ അങ്ങ് പൊക്കോളും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അടുത്ത ടൈം അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അതുപോലെ കുടുംബസമ്മതമായിട്ട് നോക്കുകയാണെങ്കിൽ ഫാമിലി റിലേറ്റഡ് ഒക്കെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പ്രണയത്തിലൊക്കെയാണ് അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ
ആ ഒരു പ്രണയം ഒന്ന് വീട്ടിൽ അവതരിപ്പിച്ചാലോ, ഞാൻ വിവാഹത്തിലേക്ക് എത്തിച്ചാലോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ മാസം അത് എന്താ അത്ര നല്ല സമയമായിട്ട് പറയാം. ചില തടസ്സങ്ങളൊക്കെ വന്നാൽ സാധ്യത ഉണ്ടാകുന്ന സമയമാണ്. സോ ഈ മാസം എന്താണ് നമുക്ക് നിങ്ങളിപ്പോൾ പോകുന്ന പോലെ തന്നെ പോട്ടെ, അതായിരിക്കും നല്ലതെന്ന് പറയാം. ഇപ്പം ഈ ഒരു പ്രണയം വിവാഹത്തിലേക്ക് മാറ്റാൻ നിൽക്കേണ്ട ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്, ഈ ഒരു ഓഗസ്റ്റ് മാസം കൂടി ഇങ്ങനെ പോട്ടെ എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലായാലും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ അതിനൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതപ്പം എന്താണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് ഈ മാസത്തെ കൊണ്ടുപോകാൻ പറ്റും. അതല്ല നിങ്ങൾ വലിയ പ്രശ്നങ്ങളൊക്കെ എടുത്താൽ ആ പ്രശ്നം എന്ത് ചെയ്യും, ഭയങ്കര വലിയ പ്രശ്നങ്ങൾ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ പ്രശ്നങ്ങളായി നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പക്കയായിട്ട് ഒന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിലേക്ക് വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ എന്താണ് രണ്ടുപേരും രണ്ടിടത്ത് എന്ന നിലയിൽ പോലും നിൽക്കാനുള്ള സാഹചര്യം മകരരാശിയെ സംബന്ധിച്ചുള്ള ഈ ഓഗസ്റ്റ് മാസത്തിലുണ്ട് കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കൊരു അഡ്വൈസ്, നമുക്ക് കൃത്യമായിട്ട് എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് ആദ്യമേ അങ്ങെടുത്ത് മാറ്റണം. ഓക്കെ, എന്നിട്ട് പേരൻസിനോടും മെൻറ്റേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളെ കാര്യം കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ സഹായിക്കുക. നിങ്ങൾക്ക് ഉള്ള ഐഡിയാസ് നിങ്ങൾ പറയാം. ഓക്കെ, എന്നിട്ട് മുതിർന്ന ഒരാളുടെ അഡ്വൈസും കൂടി സ്വീകരിച്ച ശേഷം മാത്രം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി നന്നായി മൂവ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യസംബന്ധം നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഏഴരശനി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് കംപ്ലീറ്റ് നല്ല ഫലമാണ്, ആരോഗ്യം പൂർണ്ണമായിട്ട് നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജാഗ്രത ആവശ്യമാണ്, ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വഹിക്കുന്നത് നല്ലതാണ്. കാരണം ഭക്ഷണ സംബന്ധമായിട്ട് നമുക്ക് ചെറിയ അസുഖങ്ങൾ, അത് മുഖേന ചില അസുഖങ്ങളൊക്കെ വരാനും ചില പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യം നല്ല രീതിയിൽ നോക്കണം. എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ സ്ത്രീകളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മാറ്റമൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാസം തന്നെയായിരിക്കും. പക്ഷെ എന്താണ് കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ്. കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരാനൊക്കെ സഹായിച്ചെന്ന് വരികയുള്ളൂ. അതുപോലെ തന്നെ നല്ല എന്താണ് പ്രത്യാശത്തോടെ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുക. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഫലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഈ മാസം നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട. ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് ടെൻഷനൊക്കെ കൂടും, സ്ട്രെസ്സൊക്കെ കൂടും. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒത്തിരി ടെൻഷൻ എന്താണ് സ്വയമേ ചിന്തിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ട. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് ഒരു മാസത്തെ നോക്കിക്കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് മകരരാശി സംബന്ധിച്ചുള്ള ഫലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങൾക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ഫലം നമ്മുടെ അനുഭവത്തിൽ വരും. ഇപ്പോൾ പലരും നമ്മൾ പറയണ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് ഈ പറയുന്ന ഫലങ്ങൾ നല്ല ഫലങ്ങളൊന്നും ലഭിക്കാറില്ല, എന്നാൽ മോശ ഫലങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടും, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചു തുടങ്ങും എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ എനിക്ക് മാത്രം എന്താ നല്ല ഫലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തതെന്നല്ലേ? നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചിട്ടോ ഓരോരുത്തരുടെ പ്രശ്നം ചിന്തിച്ചിട്ടൊന്നുമല്ല എന്താ ഈ ഫലം പറയാം. ഇത് പൊതുവേ ഈ മേടൻ രാശിക്കാർക്ക് എന്താണ് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് ഗോചര ഫലമാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഗോചര ഫലത്തിൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുക. നമുക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എന്താണ്, എനിക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം എന്ന് മനസ്സിലാവും. എൻ്റെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കത് കൃത്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്കത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രവചിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചൊരു കാൽക്കുലേഷൻ, പിന്നെ നമ്മളെ ഉപാസന ബലമൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രെഡിക്ഷൻ പറയുന്നല്ലേ. അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു പൊതുഫലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഫലത്തിലേക്കൊന്നും ആയിരിക്കും ലഭിക്കുക. കാരണം ആ ഒരു ഗ്രഹനില പ്രകാരം, ആ ഒരു മാസത്തെ ഗ്രഹനില പ്രകാരമാണ് ഈ ഫലം ഇടുന്നത്. അത് മാത്രമല്ല മറ്റൊരാൾ ചോദിക്കുന്നതാണ്, ഞാൻ ചന്ദ്രാളാണോ നോക്കേണ്ടത് ലഗ്നാളാണോ നോക്കേണ്ടതെന്ന്. ചന്ദ്രാളൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് കാര്യം. ലഗ്നാൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. സോ ഒരു മാസഫലം ആയാലും എന്ത് ഫലമായാലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കുക. നിങ്ങളിപ്പോൾ മേടരാശി ജനിച്ച ഒരാളാണ്, നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് മീനമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കർക്കിടകമാണ് വിചാരിക്കുക. അപ്പോൾ ആ കർക്കിടക മാസത്തെ നിങ്ങളുടെ ഫലം ഒന്ന് എടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് ഫലം എന്ത് കേൾക്കുക. അപ്പം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് കുറച്ചെങ്കിലും എടുക്കാൻ പറ്റുന്ന അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ചന്ദ്രാൾ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ലഗ്നാൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഗോചര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കാൻ 25 to 30% പേഴ്സൻറ്റേജ് ഒക്കെയാണ് ബാധിക്കുക. കാരണം
കൂടുതൽ നമ്മുടെ ജാതകത്തിലെ പ്രകാരമാണ് നമുക്കൊരു കാലം എങ്ങനെ പോകണം, എങ്ങനെയായിരിക്കും ഒരു മാസം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ, ഒരു സുപ്രധാനമായ കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജാതക പരിശോധന നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്കതിൽ ആ ഒരു ഇറങ്ങുന്ന മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇതിന് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊതുവായിട്ട് വീഡിയോയിൽ അങ്ങനെ അധികം പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവായിട്ട് ഫലം പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ കൂടെ പൊതുവായിട്ടൊരു നമ്മൾ പറയുമ്പോൾ ഓക്കെ ഇപ്പോൾ ചില തടസ്സങ്ങൾ വരുമ്പോൾ ഇവർ ഈ പൊതുഫലങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ചെയ്യാനുള്ള വഴിപാടുകൾ പോയി ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ്, വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. എന്നിരുന്നാലും കൃത്യമായ ഒരു ഫലം, നമുക്കൊരു മരുന്ന് മേടിക്കുകയാണെങ്കിലും നമ്മുടെ രോഗം എന്താണ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊരു മരുന്ന് തരുന്നതും പൊതുവായിട്ടൊരു മരുന്ന് നിർദ്ദേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതെല്ലാവർക്കും എന്താവില്ല, സ്യൂട്ടായെന്ന് വരില്ല. സോ ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കിയും അവരുടെ ദൈവാനുഭവം നോക്കി അവരുടെ ഓരോ എനർജിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എന്ത് വഴിപാടാണ് നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം എന്ത് ചെയ്യാത്ത ഒരു വീഡിയോയിൽ പൊതുവായിട്ട് നമ്മൾ പറയാത്ത, നമ്മൾ കുറച്ചൊക്കെ ആദ്യമേ നല്ല രീതിയിൽ എന്താണ് കമൻസ് വഴിപാടിനെ കുറിച്ച് പറയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വഴിപാടുകൾ ഓരോന്നും പറയാറുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫലമാണ്. അപ്പം അത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ചെയ്തോടത്ത് ദോഷമൊന്നുമില്ല എന്താണ്. പക്ഷേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ നോക്കിയാൽ മാത്രമേ അത് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം കമൻറ്റ് ചെയ്യണ മുമ്പായിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, പേരും നക്ഷത്രം കൊണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും തീരുമാനിക്കാൻ നമുക്ക് പറ്റും അല്ലേ. നമുക്ക് തീരുമാന ശക്തിയുള്ളവരാണ് മനുഷ്യരെന്ന് പറയുന്നത് അല്ലേ. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ എടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യവും വ്യക്തമാകുന്നത് നമ്മുടെ ഓരോ സാഹചര്യവും സമയവും അനുസരിച്ച് മാത്രമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഓരോ വ്യക്തി ജനിക്കുന്നതും പല സ്ഥലത്തും പല സാഹചര്യത്തിലും പല രീതിയിലും ജീവിച്ചു വളർന്നു വരുന്നവരാണ്. സോ ഇപ്പം നമ്മൾ പറയണം ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ്, എന്നിരുന്നാൽ പോലും അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യേണ്ട വ്യത്യാസം വരാണ്. കാരണം എന്താ, ഇവർ രണ്ടുപേരും ജീവിച്ച് വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമായിരുന്നവരാണ് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. ഇപ്പം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല, ഇന്ന് അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം ആദ്യമേ. എന്നിട്ട് അതിനും കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പരിസരം അല്ലെങ്കിൽ നമുക്കൊരു ഇത് കൊടുക്കണം. നമ്മൾ പറയാണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്, എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടാറില്ല എന്ന് ആദ്യം ചിന്തിക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിൽ, നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം തീരുമാനിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ജാതക പരിശോധന നോക്കിയാൽ തന്നെ കൂടുതൽ നോക്കുന്ന എന്താണ്, മക്കളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ, ആരാണ് നോക്കുന്നത് അവരുടെ കാര്യത്തിലേക്ക് അവരെന്ത് ചെയ്യില്ല, ഒത്തിരി ചിന്ത കൊടുക്കാറില്ല. കാരണം അവർക്ക് നല്ലത് തരട്ടെ അല്ലെങ്കിൽ അവർ നല്ലതാണോ എന്നാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് കൂടി നല്ലത് വരുത്തിയാൽ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഫാമിലിയുള്ളവരെന്താവും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, അത് എന്തൊരു കാര്യത്തിലും ഇപ്പം ജാതക പരിശോധന ആയാലും നമുക്ക് എന്തൊരു കാര്യങ്ങളും നിങ്ങൾ സാലറി വരുമ്പോഴായാലും ഒരു നിശ്ചയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിയേ, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇപ്പം എന്താണ് ഒരു ജ്യോതിഷത്തിൽ കുറേ എന്താ പറഞ്ഞാൽ, അതും എൻ്റെ ഒരു ഏജ് വെച്ച് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എൻ്റെ ഏജിന് കഴിഞ്ഞ് കൂടുതലുള്ള ആരാണ് അല്ലേ. അപ്പം ഇങ്ങനെ ഉപദേശമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പം എന്താണ്, എല്ലാ വീഡിയോയും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല. ഓക്കെ, ഈ വീഡിയോ എടുത്തപ്പം എനിക്ക് എന്താണ് ഇതിങ്ങനെ പറയണം എന്ന് തോന്നി. ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഫീലിൽ നമുക്ക് ആ എനർജി ഇല്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ഇത് ഇപ്പം എത്തേണ്ട മെസ്സേജാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആ കമൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല, ആ കമൻറ്റ് വായിക്കുന്ന
വ്യൂവേഴ്സിന് അല്ല അടുത്ത കാണുന്ന വ്യൂവേഴ്സിന് അവരുടെ ലൈഫിൽ അവർക്ക് ആ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത മാസഫലം വരുന്നുണ്ടല്ലോ, ആ ഒരു മാസഫലത്തിൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു മാസം ഈ ഒരു വീഡിയോ വരുന്ന അടുത്ത വീഡിയോ ഒരു മാസത്തെ വരുമല്ലോ, അപ്പോൾ ആ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത തവണ എല്ലാവരും അടുത്ത മാസഫലം വരുമ്പോൾ ഈ മാസഫലത്തിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ടു നോക്കുക. എന്ത് ചെയ്യുക, എന്നിട്ട് കമൻറ്റും അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നൊക്കെ. ഇനി അതല്ലെങ്കിൽ സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ കമൻറ്റ് ഇട്ട്, ചിലപ്പോൾ എനിക്ക് അന്നേരം ഇത് പറയാൻ ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.